കർണാടകയിൽ ഹിന്ദുവിരുദ്ധ നിലപാടുമായി കോൺഗ്രസ് സർക്കാർ ക്ഷേത്രങ്ങൾക്ക് മേൽ 10% നികുതി ഏർപ്പെടുത്തി. നികുതി നിയമം ഉൾപ്പെടുത്തി കർണാടക ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ബിൽ 2024 കർണാടക നിയമസഭയിൽ പാസാക്കി. 1 കോടി രൂപയിൽ കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് 10% നികുതിയും 10 ലക്ഷത്തിനും 1 കോടിക്കുമിടയിൽ വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് 5% നികുതിയും ഈടാക്കാനാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന്റെ തീരുമാനം. കർണാടക ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ബിൽ എന്ന പേരിൽ അവതരിപ്പിച്ച ബിൽ ഇന്ന് നിയമസഭ പാസാക്കി. സിദ്ധാരാമയ്യ സർക്കാരിന്റെ ഹൈന്ദവ വിരുദ്ധ നിലപാടിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. राहुल गांधी देश में जोड़ो यात्रा करके घूम रहे हैं और उनके ही सरकार, उनके ही कांग्रेस पार्टी के सरकार कर्नाटक में डीके शिवकुमार और अपने सिद्धरामैया जो उनके चुने हुए नेता हैं, वहां पर उनके लूट के लिए और मंदिर से लूट कर अपने एटीएम को चलाएंगे. ये एक तरह से अपीजमेंट पॉलिटिक्स का एक नया लो है कर्नाटक में, और ये कोई चर्च से नहीं ले रहे हैं पैसा, मस्जिद से नहीं ले रहे पैसा. കർണാടകത്തിൽ 450 ക്ഷേത്രങ്ങളാണ് സർക്കാർ ഭരണത്തിലുള്ളത്. ഇതിൽ നിന്നൊക്കെയായി ഏകദേശം 450 കോടി രൂപയും ലഭിക്കും. അതേസമയം സി ഗ്രേഡ് ക്ഷേത്രങ്ങളുടെ അവസ്ഥ പരിതാപകരമാണ്. വരുമാനമുള്ള മറ്റ് ക്ഷേത്രങ്ങളുടെ സഹായത്തോടെ ഇത്തരം ക്ഷേത്രങ്ങളെ പുനരുദ്ധരിക്കേണ്ട സർക്കാർ ക്ഷേത്ര വരുമാനം കൊള്ളയടിക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് BJPയുടെയും ഹൈന്ദവ സംഘടനകളുടെയും ആക്ഷേപം. സർക്കാർ നീക്കത്തിന് പിന്നിലെ ലക്ഷ്യം ന്യൂനപക്ഷ പ്രീണനമാണെന്നും BJP ആരോപിക്കുന്നു. ജനം, ഡൽഹി.